ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന സുവോളജിൻ്റെ ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഇപ്പോഴത്തെ ഒരു ബോർഡ് എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് അറിയാലോ. അത്യാവശ്യം നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളെ ക്രിസ്മസ് എക്സാം ആണെങ്കിലും അപ്പോൾ അങ്ങനത്തെ ഒക്കെ ടേം, അതായത് അത്യാവശ്യം നല്ല ടഫ് ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ നമ്മളൊരു എൻട്രൻസ് കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ എക്സാമുകൾ ഒന്നും കൂടി നമുക്കൊന്ന് ഈസി ആക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം, നോക്കിക്കോളൂ കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണ്, ലിംഫ് ഡിഫേഴ്സ് ഫ്രം ബ്ലഡ് ഇൻ. ഓക്കെ, നിങ്ങൾക്കറിയാലോ ലിംഫ് എന്താണെന്നറിയാം, ബ്ലഡ് എന്താണെന്നറിയാം. ഓക്കെ, ബ്ലഡും ലിംഫും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, എന്താണ് ബ്ലഡും ലിംഫും തമ്മിലുള്ള ഡിഫറൻസ്? നിങ്ങൾ നോക്കൂ, ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ, ആബ്സെൻസ് ഓഫ് RBC, ആബ്സെൻസ് ഓഫ് WBC, എക്സസ് ഓഫ് വാട്ടർ, ആബ്സെൻസ് ഓഫ് പ്രോട്ടീൻ. ഓക്കെ, നിങ്ങൾക്കറിയാലോ ബ്ലഡിലാണെന്നുണ്ടെങ്കിൽ ബ്ലഡിൽ എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട്? ബ്ലഡിൽ RBC ഉണ്ട്, WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്. ഇത് മൂന്നും ഫോംഡ് എലമെന്റ്സാ, നമ്മൾ പഠിച്ചതാ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്തുമുണ്ട്, പ്ലാസ്മയും ഉണ്ട്. എന്നാൽ ലിംഫിലാണെങ്കിൽ RBC ഇല്ല. ഓക്കെ, അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഇല്ല. ലിംഫിൽ എന്തൊക്കെ ഉണ്ട്? WBC ഉണ്ട്, അതേപോലെ തന്നെ പ്ലാസ്മ ഉണ്ട്. ഓക്കെ, ലിംഫിലാണെങ്കിൽ WBCയും പ്ലാസ്മയാണ്. ഓക്കെ, ലിംഫിൽ RBC ഇല്ല, പ്ലേറ്റ്ലെറ്റ്സ് ഇല്ല. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ലിംഫും ബ്ലഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ലിംഫിൽ ആബ്സെൻസ് ഓഫ് RBC ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ RBC എവിടെ ഇല്ല? ലിംഫിലില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരിക ഓപ്ഷൻ എ ആണ്. ഓക്കെ, നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ശ്രദ്ധിക്കുക കേട്ടോ. രണ്ടാമത് ഡിസ്കസ് ചെയ്യാൻ പോണത്, ഇൻ ബ്ലഡിൽ WBCs ആർ മോർ ദാൻ RBCs, RBCs ആർ മോർ ദാൻ WBC, RBCs ആർ ലെസ് ദാൻ പ്ലേറ്റ്ലെറ്റ്സ്, പ്ലേറ്റ്ലെറ്റ്സ് ആർ ലെസ് ദാൻ WBC. ഓക്കെ, ഒരു 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കുക കേട്ടോ. നമുക്കറിയാലോ ബ്ലഡിലുള്ള RBCൻ്റെ എമൗണ്ട് നമ്മൾ ബോഡി ഫ്ലൂയിഡ്സിൽ പഠിച്ചതാ. എത്രയാണ് പഠിച്ചത്? 5 to 5.5 മില്യൺ RBC. ഓക്കെ, ഇതൊക്കെ പറയുന്നത് നമ്മൾ പെർ 1 മില്ലിമീറ്റർ ക്യൂബിലാണ്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് WBC എത്രയാ? 6000 to 8000 എന്നാണ് നമ്മൾ പഠിച്ചത്. WBCൻ്റെ വാല്യൂ എത്രയാ? 6000 to 8000. അത് കഴിഞ്ഞിട്ടോ പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ വാല്യൂ എത്രയാ? 1.5 lakh to 3.5 lakh. ഓക്കെ, 1.5 ലക്ഷം മുതൽ 3.5 ലക്ഷം വരെ പ്ലേറ്റ്ലെറ്റ്സ് ആണ് എവിടെ ഉള്ളത്? ബ്ലഡിലുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, WBCs ആർ മോർ ദാൻ RBC, തെറ്റല്ലേ? WBC RBCനേക്കാൾ കുറവല്ലേ? അടുത്ത് നോക്കൂ, RBCs ആർ മോർ ദാൻ WBC, അത് കറക്റ്റ് അല്ലേ? RBCൻ്റെ എണ്ണം WBCനേക്കാൾ കൂടുതലാണ്. RBCs ആർ ലെസ് ദാൻ പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, അത് തെറ്റല്ലേ? RBCൻ്റെ എണ്ണം പ്ലേറ്റ്ലെറ്റ്സിനേക്കാൾ കൂടുതലല്ലേ? അടുത്തതോ, പ്ലേറ്റ്ലെറ്റ്സ് ആർ ലെസ് ദാൻ WBC. ഓക്കെ, അതും തെറ്റല്ലേ? പ്ലേറ്റ്ലെറ്റ്സ് WBCനേക്കാൾ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ എന്താ വരിക? B ആണ് വരിക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക നിങ്ങൾ. എന്താ മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറയണത്? നോക്കിക്കോളൂ കേട്ടോ. വാട്ട് ഈസ് ട്രൂ അബൌട്ട് ല്യൂക്കോസൈറ്റ്സ്? ല്യൂക്കോസൈറ്റ്സുമായി ബന്ധപ്പെട്ട് എന്താണ് ട്രൂ? ല്യൂക്കോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ആരാടാ? ല്യൂക്കോസൈറ്റ്സ് ആരാ? WBC അല്ലേ? ഓക്കെ, ദർ സഡൻ ഫാളിംഗ് നമ്പർ ഈസ് ഇൻഡിക്കേഷൻ ഓഫ് ബ്ലഡ് ക്യാൻസർ, തെറ്റല്ലേ? ഓക്കെ, WBCൻ്റെ എണ്ണം കൂടുമ്പോഴാണ്, അതായത് ക്യാൻസർ എന്ന് പറയുന്ന സംബോധന നിങ്ങൾക്കറിയാം, അബ്നോർമൽ സെൽ ഡിവിഷൻ ആണെന്ത്? ക്യാൻസർ. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ തെറ്റി. അടുത്തത്, ദീസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ തൈമസ്. തൈമസിലല്ലല്ലോ WBC പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, അടുത്തത്, ദീസ് ആർ എ ന്യൂക്ലിയേറ്റഡ്. നിങ്ങൾ നോക്കി, എ ന്യൂക്ലിയേറ്റഡ് എന്ന് പറഞ്ഞാൽ നോ ന്യൂക്ലിയസ് എന്നർത്ഥം, ന്യൂക്ലിയസ് ഇല്ല എന്നർത്ഥം, തെറ്റല്ലേ? WBCക്ക് ന്യൂക്ലിയസ് ഉണ്ട്. ആർക്കാ ന്യൂക്ലിയസ് ഇല്ലാത്തത്? RBCക്ക് അല്ലേ ന്യൂക്ലിയസ് ഇല്ലാത്തത്? അടുത്ത നോക്കൂ, നാലാമത്തെ ഓപ്ഷൻ നോക്കൂ, ദീസ് ക്യാൻ സ്ക്യൂസ് ഔട്ട് ത്രൂ ദ കാപ്പിലറി വാൾസ്. അത് ശരിയല്ലേ? ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കും, അതായത് ക്യാപ്പിലറിൻ്റെ വാൾസിലൂടെ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. സ്ക്യൂസ് ഔട്ട് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുക. ഓക്കെ, അങ്ങനെയല്ലേ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ലിംഫ് എങ്ങനെ ഉണ്ടാവണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ബ്ലഡ് പാസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക? സം വാട്ടർ, ഓക്കെ, some water along with
along with many small water soluble substances. ഓക്കെ, സ്ക്യൂസ് ഔട്ട് ത്രൂ കാപ്പിലറി വാൾസ് എന്ന് പഠിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ലേ എന്തുണ്ടാവുക? ലിംഫ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് എന്തുണ്ടാവുക? ലിംഫ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ലിംഫിൽ ഉള്ള ഒരു കമ്പോണൻ്റ് ആണെന്ത്? ലിംഫോസൈറ്റ്സ്. പറയാൻ മക്കളെ എന്താണ്? ലിംഫോസൈറ്റ്സ്. അപ്പോൾ അത് വെച്ചിട്ടാണ് എന്ത് ഫോം ചെയ്യുക? WBC ഫോം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഓപ്ഷൻ വരിക ഡി ആണ് കേട്ടോ. 3ന്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നോക്കിക്കോളൂ, 4ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ABO ഗ്രൂപ്പിംഗ്? ഓക്കെ, ABO ഗ്രൂപ്പിംഗ്, ABO ബ്ലഡ് ഗ്രൂപ്പ് നമുക്കറിയാലോ 2 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉണ്ട്. ഓക്കെ, അതിൽ ABO ബ്ലഡ് ഗ്രൂപ്പിങ്ങിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ആരാന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കോളൂ, പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. തെറ്റല്ലേ? അടുത്തത് കോമ്പാറ്റിബിലിറ്റി ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഡ്യൂറിങ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. കോമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് മാച്ചിങ് എന്നുള്ള അർത്ഥം. ഓക്കെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ്റെ സമയത്തുള്ള മാച്ചിങ്. അടുത്തത് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് സർഫസ് ആൻറ്റിജൻസ് A and B ഓൺ WBC. WBC എന്ന് പറഞ്ഞാൽ തെറ്റി. അടുത്തതോ പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് 2 സർഫസ് ആൻറ്റിജൻസ് A and B ഓൺ RBC. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും RBC-മേ 2 സർഫസ് ആൻറ്റിജൻസ് ഉണ്ട്, A ഉണ്ട് B ഉണ്ട്. അത് കാരണമാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്? ബ്ലഡ് ഗ്രൂപ്പുകൾ ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പം അങ്ങനെയാണ് ബ്ലഡ് ഗ്രൂപ്പ് ഫോം ചെയ്യുക. അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RBC-മേ 2 സർഫസ് ആൻറ്റിജൻസ് കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാ? എയും ബിയും. ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. നെക്സ്റ്റ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിക്കൂ. എന്താ 5ാമത്തെ ക്വസ്റ്റ്യൻ? നോക്കാട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യൻ പറയാം, RH ഫാക്ടറീസ് നെയിംഡ് ആഫ്റ്റർ. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ RH ബ്ലഡ് ഗ്രൂപ്പിംഗ് ഉണ്ട്. RH ബ്ലഡ് ഗ്രൂപ്പിംഗ്. ഓക്കെ, അപ്പോൾ RH ബ്ലഡ് ഗ്രൂപ്പിങ്ങിലാണ് ഒരു മനുഷ്യൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് പറയുന്നത്. അപ്പോൾ RH ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവന്നത് തന്നെ എന്തിൻ്റെ ബേസിസിലാണ്? റീസസ് മങ്കീസുമായി ബന്ധപ്പെട്ടാണ്. പറയാം മക്കളെ, എന്താണ്? റീസസ് മങ്കീസ്. കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ റീസസ് മങ്കീസുമായി ബന്ധപ്പെട്ട, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? A ആണ് വരിക. 5ന്റെ ഓപ്ഷൻ എന്താ വരിക? A ആണ് വരിക കേട്ടോ. ഓക്കെ, അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ, എന്താണ് 6ാമത്തെ ക്വസ്റ്റ്യൻ? നോക്കുക കേട്ടോ. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഡാഷ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ബ്ലഡ് ക്ലോട്ടിംഗ്. ബ്ലഡ് ക്ലോട്ടിങ്ങിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോളുള്ള അതായത് അയോൺ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നമുക്കറിയാലോ Ca2+ അല്ലേ? ഓക്കെ, എന്ന് പറഞ്ഞാൽ കാൽഷ്യം അല്ലേ? 6ന്റെ ഓപ്ഷൻ എന്താ വരിക? C ആണ് വരിക കേട്ടോ. 6ന്റെ ഓപ്ഷൻ എന്താ വരിക? C ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. നോക്കിക്കോളൂ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോണത് 7ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, എന്താ 7ാമത്തെ ക്വസ്റ്റ്യൻ? ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ് ഈസ് ടു. എന്തിനാണ് ബ്ലഡ് ക്ലോട്ട് ആവുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സീൽ അപ്പ് വൂണ്ട്സ് ആൻഡ് പ്രിവെൻറ്റ് ബ്ലഡ് ലോസ്. ഓക്കെ, പിന്നെ അതായത് സീൽ അപ്പ് വൂണ്ട്സ് എന്ന് പറഞ്ഞാൽ വൂണ്ടുകൾക്ക് സീൽ ചെയ്യുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിനെ കവർ ചെയ്യുക. ആൻഡ് പ്രിവെൻറ്റ് ബ്ലഡ് ലോസ്. അത് കറക്റ്റ് അല്ലേ? ബ്ലഡ് ലോസ് കുറയ്ക്കാനല്ലേ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്? പിന്നെ നോക്കൂ, സ്ലോ ഡൗൺ ദ മൂവ്മെന്റ് ഓഫ് ബ്ലഡ് ഇൻസൈഡ് ദ ബ്ലഡ് വെസൽസ്. ബ്ലഡ് വെസൽസിലൂടെയുള്ള ബ്ലഡിന്റെ മൂവ്മെന്റ് കുറക്കുക. പിന്നെ അടുത്തതോ ട്രാപ്പ് ഓക്സിജൻ ഇൻസൈഡ് ദ ബ്ലഡ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബി ക്യാരിഡ് അറൌണ്ട് മോർ ഈസിലി. ട്രാപ്പ് ഹാർംഫുൾ ജേംസ് ഇൻസൈഡ് ദ ബ്ലഡ് ആൻഡ് പ്രിവെന്റ് ദം ഫ്രം ഹാർമിംഗ് ദ ബോഡി. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഓപ്ഷൻ എന്താ വരിക? A ആണ് വരിക. എന്റെ ഓപ്ഷൻ എന്താ വരിക? A ആണ് വരിക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ, 8ാമത്തെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്താ 8ാമത്തെ ക്വസ്റ്റ്യൻ? ഓപ്പൺ ടൈപ്പ് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ഈസ് ഫൗണ്ട് ഇൻ. നിങ്ങൾക്ക് അറിയാലോ ഓപ്പൺ ടൈപ്പ് ബ്ലഡ് വെസൽസ്. ഓക്കെ, ആർക്കൊക്കെയാണ് മക്കളെ ഓപ്പൺ ടൈപ്പ് ബ്ലഡ് വെസൽ ഉള്ളത്? ഏതൊക്കെ ഫൈലങ്ങൾക്കാണ് ഓപ്പൺ ടൈപ്പ് ഉള്ളത്? നമുക്കറിയാലോ ആർത്രോപോഡ. പിന്നെ ആർക്കാ ഓപ്പൺ ടൈപ്പ് ഉള്ളത്? മൊളുസ്ക. പിന്നെ അതേപോലെ തന്നെ എക്കൈനോഡെർമാറ്റ. നമ്മൾ അനിമൽ കിങ്ഡത്തിൽ പഠിച്ചതാ. എക്കൈനോഡെർമാറ്റ. പിന്നെയോ ഹെമികോഡാറ്റ. ഓക്കെ, ഈ 4 ആളുകൾക്കാണ് എന്തുള്ളത്? ഓപ്പൺ ടൈപ്പ് സർക്കുലേറ്ററി സിസ്റ്റം ഉള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കൂ, എർത്ത് വേം അനലിഡ് അല്ലേ? ബാക്കി എല്ലാവർക്കും ക്ലോസ്ഡാ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ലിസാർഡ്.
ലിസാർഡ് എന്ന് പറയുന്നത് കോഡാറ്റിയാണ്. ഓക്കെ, കോക്രോച്ച് എന്താ ആർത്രോപോഡാണ്. അതുകൊണ്ട് അവർക്ക് എന്താണ് ഓപ്പൺ ടൈപ്പ് ബ്ലഡ് വാസ്കുലാർ സിസ്റ്റം ആണ്. ടോഡ് കോഡാറ്റിയാണ് എന്ന് പറഞ്ഞാൽ 8ന്റെ ഓപ്ഷൻ എന്താ വരിക? സി ആണ് വരിക കേട്ടോ. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. 10ാമത്തെ ക്വസ്റ്റ്യൻ. ഹാർട്ട് ഈസ് കവേർഡ് ബൈ. ഓക്കെ, ഹാർട്ടിനെ കവർ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിക്കുന്നത്. ഹാർട്ടിനെ ആരാണ് കവർ ചെയ്യുക? ഓക്കെ, ഹാർട്ടിനെ കവർ ചെയ്യണം നമുക്കറിയാലോ. ഹാർട്ട് ഈസ് കവേർഡ് ബൈ എ ഡബിൾ വാൾഡ് പെരിറ്റോണിയൽ ബാഗ്. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? പെരികാർഡിയം. പറയാം മക്കൾ, എന്താ വിളിക്കുക? പെരികാർഡിയം. അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? സി ആണ് വരിക കേട്ടോ. ഓക്കെ, ഹാർട്ടിനെ കവർ ചെയ്യണ ആരാ? പെരികാർഡിയം ആണ്. ഓക്കെ, നോക്കിക്കോളൂ. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നോക്കിക്കോളൂ. പൾമനറി വെയിൻ ക്യാരിയിങ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഓപ്പൺസ് ഇൻ ടു. നമുക്കറിയാലോ ഡബിൾ സർക്കുലേഷൻ നമ്മൾ പഠിച്ചതാ. ഓക്കെ, അതായത് ഇങ്ങനൊരു ഹാർട്ട് ഉണ്ടെങ്കിൽ, ഓക്കെ, ഇതിപ്പോൾ അതിൻ്റെ റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഈ റൈറ്റ് വെൻട്രിക്കിൾ നിന്നാണ് ആര് പോണത്? പൾമനറി ആർട്ടറി. എങ്ങോട്ടാ പോണത്? ലങ്സിലേക്ക്. അത് എന്നിട്ട് എവിടേക്ക് എത്തുക? പൾമനറി വെയിൻ കൊണ്ടുപോകുന്നു. പൾമനറി വെയിൻ എങ്ങോട്ടാണ് ബ്ലഡിനെ കൊണ്ടുപോകുന്നത്? ലെഫ്റ്റ് ഏട്രിയത്തിലേക്കല്ലേ. എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഏട്രിയത്തിലേക്കല്ലേ പൾമനറി വെയിൻ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ക്യാരി ചെയ്യുക. ലെഫ്റ്റ് ഏട്രിയം എന്ന ഓപ്ഷനിലില്ല, പക്ഷേ എന്തുണ്ട്? ലെഫ്റ്റ് ഓറിക്കിൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ 10ന്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക കേട്ടോ. ഓക്കെ, ആ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ എന്താ വരിക മക്കളെ? എ ആണ്. ലെഫ്റ്റ് ഓറിക്കിളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്? വിച്ച് സർക്കുലേഷൻ പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു കാർഡിയാക് മസിൽ ടിഷ്യൂ. നിങ്ങൾ നോക്കൂ, കാർഡിയാക് മസിൽസിന് ന്യൂട്രിയൻസും ഓക്സിജനും പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാലോ ഹാർട്ടിലൂടെ ബ്ലഡ് കയറി ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ ഹാർട്ടിൻ്റെ പുറമേ ഉള്ള മസിൽസിന് എന്ത് വേണം? ബ്ലഡ് വേണം. ഓക്കെ, അത് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാ? ഓക്കെ, എന്ത് സർക്കുലേഷനാണ് മക്കളെ പ്രൊവൈഡ് ചെയ്യുക? കൊറോണറി സർക്കുലേഷൻ. പറയാം മക്കളെ, എന്ത് സർക്കുലേഷനാണ് പ്രൊവൈഡ് ചെയ്യുക? കൊറോണറി സർക്കുലേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ 11ന്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ് വരിക കേട്ടോ. പറയാം മക്കളെ, 11ന്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലാർജസ്റ്റ് ആർട്ടറി ഇൻ ദ ബോഡി ഈസ്. ഓക്കെ, ഓപ്ഷൻ അയോട്ട, പ്രീകാവൽ, വീന കാവ, പൾമനറി ആർട്ടറി. നിങ്ങൾക്ക് അറിയാലോ, അതായത് നമ്മളെ ബോഡിയിൽ തന്നെയുള്ള ഏറ്റവും വലിയ ബ്ലഡ് വെസൽ ഏതാ? അയോട്ടയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പിന്നെ ഒന്നും നോക്കാനില്ല. ലാർജസ്റ്റ് ബ്ലഡ് വെസൽ ഏതാന്ന് ചോദിച്ചാൽ ഏതാ? അയോട്ടയാണ്. അതിൽ ആർട്ടറി എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും ആർട്ടറിയും ചോദിക്കേണ്ട ആവശ്യമില്ല. ലാർജസ്റ്റ് ബ്ലഡ് വെസൽ ഏതാന്ന് ചോദിച്ചാൽ തന്നെ എന്താണ്? അയോട്ടയാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ആ ക്വസ്റ്റിൻ്റെ ഓപ്ഷൻ വരിക എ ആണ്. 12ന്റെ ഓപ്ഷൻ വരിക ലാർജസ്റ്റ് ആർട്ടറി എന്ന് പറയുന്നത് അയോട്ടയാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണ്. നോക്കിക്കോളൂ. എന്താ അടുത്ത ക്വസ്റ്റ്യൻ പറയണത്? നോക്കിക്കോളൂ. പി വേവ് ഓഫ് ഇ സി ജി റെപ്രസെൻസ്. നോക്കുക. പി വേവ് ഓഫ് ഇ സി ജി ഒക്കേഴ്സ് ബിഫോർ ദ. ഓക്കെ, പി വേവ് എപ്പോഴാണ് നടക്കുക എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, അതായത് ഒരു ഇ സി ജി നമ്മൾ ഇങ്ങനെ വരച്ചു എന്ന് വിചാരിക്കുക. ഇ സി ജി ഇതാണല്ലോ ഒരു ഇ സി ജിൻ്റെ ഡയഗ്രാം. ഓക്കെ, അതിൽ ഈ വേവിനെ നമ്മൾ പി എന്നും, ഇതിനെ ക്യൂ എന്നും, ഇതിനെ ആർ എന്നും, ഇതിനെ എസ് എന്നും, ഇതിനെന്തെന്നും വിളിക്കും? ടി എന്നും വിളിക്കും. എന്ന് പറഞ്ഞാൽ പി ക്യു ആർ എസ് ടി. ഓക്കെ, അതിൽ നമുക്കറിയാം പി വേവ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുക? നമ്മൾ പഠിച്ചതാണല്ലോ. പി വേവ് റെപ്രസെൻറ്റ് ചെയ്യുക ഏട്രിയൽ കൺട്രാക്ഷൻ ആണ്. പറയാം മക്കളെ, എന്താ റെപ്രസെൻറ്റ് ചെയ്യുക? ഏട്രിയൽ കൺട്രാക്ഷൻ അഥവാ ഏട്രിയൽ സിസ്റ്റോൾ ആണ്. ഓക്കെ, പിന്നെ ക്യു ആർ എസ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുക? ക്യു ആർ എസ് കോംപ്ലക്സ്. ക്യു ആർ എസ് കോംപ്ലക്സ് റെപ്രസെൻറ്റ് ചെയ്യുക വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ ആണ്. എന്ന് പറഞ്ഞാൽ വെൻട്രിക്കുലാർ സിസ്റ്റോൾ. പറയാം മക്കളെ, ക്യു ആർ എസ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുക? വെൻട്രിക്കുലാർ സിസ്റ്റോൾ ആണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്തതോ ടി വേവ് എന്താ റെപ്രസെൻറ്റ് ചെയ്യുക? ടി വേവ് റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്കറിയാം വെൻട്രിക്കുലാർ ഡയാസ്റ്റോൾ ആണ്, അല്ലെങ്കിൽ വെൻട്രിക്കുലാർ റിലാക്സേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? അപ്പോൾ ഇതാണ് ഇ സി ജിൻ്റെ 3 കാര്യങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താ? പി വേവിനെ കുറിച്ചാണ്. പി വേവ് ഓഫ് ഇ സി ജി ഒക്കേഴ്സ് ബിഫോർ ദ. പി വേവ് എപ്പോഴാണ് നടക്കുക?
ഓക്കെ, നമുക്കറിയാലോ ഓൺസെറ്റ് ഓഫ് വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ, തെറ്റല്ലേ? ഓക്കെ, വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്യുആർസ. പിന്നെ അടുത്തതോ എൻഡ് ഓഫ് ആർട്ടീരിയൽ കൺട്രാക്ഷൻ. ആർട്ടീരിയൽ കൺട്രാക്ഷൻ അഥവാ ഏട്രിയൽ കൺട്രാക്ഷന്റെ എൻഡ് അല്ലല്ലോ, തുടക്കമല്ലേ? ഓക്കെ, അടുത്ത് നോക്കൂ ബിഗിനിങ് ഓഫ് ഏട്രിയൽ കൺട്രാക്ഷൻ. ഓക്കെ, അത് കറക്റ്റ് അല്ലേ? നിങ്ങൾ നോക്കൂ, പി വേവ് എന്ന് പറഞ്ഞാൽ ഏട്രിയൽ കൺട്രാക്ഷൻ ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഏട്രിയൽ കൺട്രാക്ഷൻ തുടങ്ങുമ്പോഴാണ് ഏതുണ്ടാവുക? പി വേവ് ഉണ്ടാവുക. ഡി ഓപ്ഷൻ വരുന്നത് നൺ ഓഫ് ദി എബോവ് ആണ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്ഷൻ എന്താ വരിക? ഓപ്ഷൻ വരിക സി ആണ് കേട്ടോ. ഓക്കെ, പി വേവ് നടക്കുക ഏട്രിയൽ കൺട്രാക്ഷന്റെ ബിഗിനിങ്ങിലാണ്. ഓക്കെ, അടുത്തത് ശ്രദ്ധിക്കൂ. നോക്കുക, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. കാർഡിയാക് സൈക്കിൾ ഇൻ മാൻ ടേക്സ് അബൌട്ട്. ഓക്കെ, മനുഷ്യന്മാരുടെ കാർഡിയാക് സൈക്കിളിൽ നമുക്കറിയാലോ, കാർഡിയാക് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സൈക്കിൾ ഓഫ് ഇവൻസ് സീക്വൻഷ്യലി റിപ്പീറ്റഡ് ഇൻ ഹാർട്ടാണ്. ഓക്കെ, ഹാർട്ടിൽ സീക്വൻഷ്യലി റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സൈക്കിൾ ഓഫ് ഇവൻസ് ആണെന്ത്? കാർഡിയാക് സൈക്കിൾ റിപ്പീറ്റഡ് ഇൻ ഹാർട്ട്. ഈ കാർഡിയാക് സൈക്കിളിന് 3 സ്റ്റെപ്പ് ഉണ്ടെന്ന് അറിയാലോ. ഏതൊക്കെ കാർഡിയാക് സൈക്കിളിന് 3 സ്റ്റെപ്പ്? ഒന്നാമത്തെ സ്റ്റെപ്പാണ് മക്കളെ ജോയിന്റ് ഡയാസ്റ്റോൾ. പറഞ്ഞ മക്കളെ, ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ജോയിന്റ് ഡയാസ്റ്റോൾ. അത് എത്ര സമയമാണ് വരിക? ജോയിന്റ് ഡയാസ്റ്റോൾ 0.4 സെക്കൻഡ് ആണ്. ഓക്കെ, രണ്ടാമത്തത് ഏട്രിയൽ സിസ്റ്റോൾ. ഏട്രിയൽ സിസ്റ്റോൾ എന്താ? 0.1 സെക്കൻഡാ. ഓക്കെ, പിന്നെ മൂന്നാമത്തതോ വെൻട്രിക്കുലാർ സിസ്റ്റോൾ. വെൻട്രിക്കുലാർ സിസ്റ്റോൾ എത്രയാ വരിക? 0.3 സെക്കൻഡാ. എന്ന് പറഞ്ഞാൽ ഈ 3 സ്റ്റെപ്പിന്റെ ടൈമാണ് നമ്മൾ പറഞ്ഞത്. ജോയിന്റ് ഡയാസ്റ്റോൾ 0.4 സെക്കൻഡ്, ഏട്രിയൽ സിസ്റ്റോൾ 0.1 സെക്കൻഡ്, വെൻട്രിക്കുലാർ സിസ്റ്റോൾ 0.3 സെക്കൻഡ്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ എത്രയാ വരിക? 0.8 സെക്കൻഡ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓപ്ഷൻ എന്താ വരിക? 14ന്റെ ഓപ്ഷൻ വരിക ഡി ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വാൾവ്? എന്താണ് വാൾവിന്റെ ഫംഗ്ഷൻ? നമുക്കറിയാലോ 2 ടൈപ്പ് വാൾവ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് വാൾവുകൾ? ഒന്നാണ് മക്കളെ ട്രൈക്കസ്പിഡ് വാൾവ് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തതോ ബൈക്കസ്പിഡ് വാൾവ് ഉണ്ട്. ബൈക്കസ്പിഡ് വാൾവിനെ വിളിക്കുന്ന വേറെ പേരാണെന്ത്? മൈട്രൽ വാൾവ് എന്ന് വിളിക്കും. ഓക്കെ, പിന്നെ മൂന്നാമത്തതോ സെമി ലൂണാർ വാൾവ് ഉണ്ട്. മൂന്നാമത്തിന്റെ പേരെന്താ? സെമി ലൂണാർ വാൾവ്. ഓക്കെ, അപ്പോൾ നോക്കൂ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് വാൾവ്? ടു പ്രിവെന്റ് ബ്ലഡ് ഫ്രം ഫ്ലോയിങ് ഇൻ ടു ദ അയോട്ട, ടു പുഷ് ബ്ലഡ് ഇൻ ടു ദ വെൻട്രിക്കിൾ, ടു പുഷ് ബ്ലഡ് ഇൻ ടു ദ അയോട്ട, ടു പ്രിവെന്റ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. നിങ്ങൾ നോക്കൂ, ഈ വാൾവുകൾ എപ്പോഴും എന്തിനുള്ളതെന്ന് അറിയോ? ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ബ്ലഡ് ഇറങ്ങിയാൽ പിന്നെ തിരിച്ചു പോകരുത്, ബാക്ക് ഫ്ലോ ഉണ്ടാവരുത്. അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യാനാണ് എപ്പോഴും എന്തുള്ളത്? വാൾവുകൾ ഉള്ളത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ് വരിക. ടു പ്രിവെന്റ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ് ഇൻ ടു ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് തിരിച്ചു കയറാതിരിക്കാനാണ് എന്തുള്ളത്? വാൾവുകൾ പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നോക്കിക്കോളൂ, എന്താ അടുത്ത ക്വസ്റ്റ്യൻ? സൈനോ ഏട്രിയൽ നോഡ് അഥവാ എസ് ഐ നോഡ്. നമുക്കറിയാലോ എസ് ഐ നോഡിനെയാണ് നമ്മൾ പേസ് മേക്കർ എന്നൊക്കെ വിളിക്കാറുള്ളത്. പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നൊക്കെ പറയും എസ് ഐ നോഡ്. ഓക്കെ, അപ്പോൾ സൈനോ ഏട്രിയൽ നോഡ് ഓഫ് ഹ്യൂമൻ ഹാർട്ട് ഈസ് എംബഡഡ് ഇൻ ദ വാൾ ഓഫ്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഒരു ഹാർട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇതാണ് അതിൻ്റെ റൈറ്റ് ഏട്രിയം, ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഈ റൈറ്റ് ഏട്രിയത്തിൻ്റെ റൈറ്റ് അപ്പർ കോർണറിലാണ് ആരുള്ളത്? എസ് ഐ നോഡ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ നോക്കൂ, എവിടെയാണ് എസ് ഐ നോഡ് ഉള്ളത്? റൈറ്റ് ഏട്രിയത്തിലല്ലേ? എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? സി ആണ് ഓപ്ഷൻ വരിക കേട്ടോ. ഓക്കെ, റൈറ്റ് ഏട്രിയത്തിലാണ് എസ് ഐ നോഡ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആസ് ദ തിക്കസ്റ്റ് വാൾ? ഓക്കെ, തിക്കസ്റ്റ് വാൾസ് ആർക്കാണുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, 4 ചേംബർ ആണുള്ളത്. റൈറ്റ് വെൻട്രിക്കിൾ ഉണ്ട്, ലെഫ്റ്റ് വെൻട്രിക്കിൾ ഉണ്ട്, റൈറ്റ് ഓറിക്കിൾ ഉണ്ട്. ഈ ഓറിക്കിൾ എന്ന് പറഞ്ഞാൽ ഏട്രി ആണ് കേട്ടോ. ഓക്കെ, റൈറ്റ് ഓറിക്കിൾ ഉണ്ട്, ലെഫ്റ്റ് ഓറിക്കിൾ ഉണ്ട്. ഓക്കെ, അതിൽ ഏട്രി എപ്പോഴും ചെറുതാ, വെൻട്രിക്കിൾസ് ആണ് എപ്പോഴും എന്ത്? വലുത്. അതിൽ തന്നെ ലെഫ്റ്റ് സൈഡത്തെ വെൻട്രിക്കിൾസിന് ഒന്നും കൂടി തിക്നെസ് കൂടുതലാണ്. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കുകയാണ് തിക്കസ്റ്റ് വാൾ ഉള്ളത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? ലെഫ്റ്റ് വെൻട്രിക്കിളിനാണ് കേട്ടോ. പറ മക്കളെ, തിക്കസ്റ്റ് വാൾ ഉള്ളത് ആർക്കാ? ലെഫ്റ്റ് വെൻട്രിക്കിളിനാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ.
നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ പറയാം, ബൈക്കസ്പിഡ് ടേം ഈസ് അപ്ലൈ ടു. നമുക്കറിയാലോ ബൈക്കസ്പിഡ് വാൾവ് ഉണ്ട്. ബൈക്കസ്പിഡ് വാൾവ് എവിടെയുള്ളത്? ഹാർട്ടിൽ. ഓക്കെ, ബൈക്കസ്പിഡ് വാൾവ് ആ ടേം എവിടേക്കാണ് അപ്ലൈ ചെയ്യുന്നത്? എ വാൾവ് ഇൻ ഹാർട്ട് ആൻഡ് എ ബോൺ ഓഫ് പെൽവിക് ഗഡിൽ. പെൽവിക് ഗഡിലെ ബോണിൽ അങ്ങനത്തെ പേരൊന്നുമില്ല. ഓക്കെ, അടുത്തത് എ മസിൽ ഇൻ അപ്പർ ആം ആൻഡ് എ വാൾവ് ഇൻ ഹാർട്ട്. അപ്പർ ആമിലുള്ളൊരു മസിൽ. ഓക്കെ, പിന്നെ അങ്ങനത്തെ ഒരു മസിലിനും പേരില്ല. പിന്നെ അതേപോലെ തന്നെ എ വാൾവ് ഇൻ ഹാർട്ട് ആൻഡ് ടൂത്ത് സർഫസ്, അതുമില്ല. എ വാൾവ് ഇൻ ഹാർട്ട്. ഓക്കെ, ഹാർട്ടിലുള്ള ഒരു വാൾവിന് മാത്രമാണ് എന്ത് ബൈക്കസ്പിഡ് എന്നുള്ള പേരുള്ളത്. അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? ഡി ആണ് വരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ഓപ്പണിംഗ് ഓഫ് ഓറിക്കിൾസ് ഇൻ ടു വെൻട്രിക്കിൾസ് ഓൺ ദ റൈറ്റ് സൈഡ് ഈസ് ഗാർഡഡ് ബൈ വിച്ച് വാൾവ്? ഓക്കെ, നമ്മൾ പറയാണ് ദാ ഇതാണെന്ന് വിചാരിച്ചോളൂ നിങ്ങൾ. ഇത് റൈറ്റ് ഏട്രിയം, ഇത് റൈറ്റ് വെൻട്രിക്കിൾ. ഇതിൻ്റെ ഇടയ്ക്കുള്ള ഓപ്പണിംഗ് ഗാർഡ് ചെയ്യണത് ഏത് വാൾവാന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ റൈറ്റ് ഏട്രിയത്തിൻ്റെ റൈറ്റ് വെൻട്രിക്കിളിൻ്റെ ഇടയിലുള്ള വാൾവ് ഏതാ? ട്രൈക്കസ് ആണ് കേട്ടോ. പറയാം മക്കളെ, ഏത് വാൾവ് ഉള്ളത്? ട്രൈക്കസ്പിഡ് ആണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ എന്താ വരിക? എ ആണ് വരിക. ട്രൈക്കസ്പിഡ് വാൾവാണ് അവിടെ കാണപ്പെടുക. ഓക്കെ, ഇനി നോക്കുക, നോക്കിക്കോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറയുകയാണ്. നോക്കാം കേട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബ്ലഡ് വെസൽ ഈസ് വിത്തൗട്ട് വാൾവ്സ്? വാൾവ് ഇല്ലാത്ത ബ്ലഡ് വെസൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അത് നമ്മൾ പറയണം. എന്താണെന്ന് അറിയോ? ഓപ്ഷൻ കൊടുത്തിട്ടാണ് ആർട്ടറി, വെയിന്, പൾമണറി അയോട്ട, സിസ്റ്റമിക് അയോട്ട. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ അയോട്ടകളിലൂടെ വാൾവുകൾ പോകുന്നുണ്ട്. അയോട്ടകളിലൂടെ സെമി ലൂണാർ വാൾവ്സ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടുമല്ല, പിന്നെ ആകെ വരുന്നത് എന്താ? ആർട്ടറിയും വെയിനും. ഓക്കെ, ഈ ആർട്ടറിയിൽ ബ്ലഡ് പ്രഷർ കൂടുതലായതുകൊണ്ട് തന്നെ അവിടെ പൊതുവെ എന്തുണ്ടാവാറില്ല? വാൾവുകൾ കാണപ്പെടാറില്ല. ഓക്കെ, എന്നാൽ വെയിൻസിൽ BP കുറവായതുകൊണ്ട് അവിടെ എന്തുണ്ടാവും ചെയ്യും? വാൾവ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ വാൾവ് ഇല്ലാത്തത് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ്? ആർട്ടറിക്കാണ്. പറയാം മക്കളെ, ആർക്കാ വാൾവ് ഇല്ലാത്തത്? ആർട്ടറീസിനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ എന്ത് ചെയ്തത്? ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ പൊതുവേ നീറ്റ് എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഒരുപാട് PYQs ഉണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ബോർഡ് എക്സാമിന് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ബോർഡ് എക്സാമും അതേപോലെ തന്നെ എൻട്രൻസ് എക്സാംസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ശരിക്ക് കണ്ടിട്ട് ശരിക്ക് എല്ലാ കാര്യങ്ങളും വൃത്തിക്ക് പഠിക്കുക. ഓക്കെ, താങ്ക് യു.